ഇവരടക്കം ഞങ്ങൾ ലാഗ് അടിക്കുകയാണ്. ഇതെന്താ ലേറ്റ്, എന്താ ഇരുന്ന് ഡബ് ചെയ്യുന്നു, കിടന്ന് ഡബ് ചെയ്തു. എനിക്ക് ഇവരാണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയില്ല. ആ ക്രൂവിൽ നമ്മൾ ചെയ്യുമ്പോൾ ട്രസ്റ്റബിൾ ആണ്. ഇന്ന് തിയേറ്ററിലും ലേറ്റ് ആയിക്കോട്ടെ. ഹായ് ഹലോ, വെൽക്കം ടു വൺ ഡ്രീം മീഡിയ. മദ്രാസ് മലർ എന്ന ഷോർട്ട് മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് ശ്രീതു, അർജുൻ, ഡയറക്ടർ മനു ഡാവിൻസി ആൻഡ് വിഷ്ണു. സാറാണ് ഇത് ആദ്യം തന്നെ പെർസീവ് ചെയ്തത് കോണ്ടന്റ്, ലൈക്ക് അതെങ്ങനെയായിരുന്നു അതിന് സ്റ്റാർട്ട് എന്നൊന്ന് പറയാം. ലൈക്ക് ഫ്രം വൈ ഡിഡ് യു, എവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തതെന്നൊന്ന് പറയാം. 2-3 വർഷം മുമ്പായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് മൈൻഡിൽ വന്നത്. അത് വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്ത് ആ സമയത്ത് ഒരു ഹൃദയം ടൈമിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് വന്ന സമയത്ത് അതിന്റെ ഒരു മൂഡ് കണ്ടു, ഇത് നമ്മളുമായിട്ട് എന്തെങ്കിലും ആണെന്ന്, എനിക്ക് അത് വെക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ പല ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അത് ഡിലേ വന്നു. കാരണം അതെല്ലാം കഴിഞ്ഞ് ഹൃദയം ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അവരുടെ കോപ്പി അടിച്ച പോലെ ഇത് കണ്ടിട്ട്, കാരണം അങ്ങനെ ഒരു വരുമല്ലോ എന്നുള്ളത്. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ അതൊക്കെ വന്നുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഫിലിമിലേക്ക് ഞങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്താണ് ഓൾറെഡി 2 വർഷം മുമ്പ് തന്നെ ഈ വിനീത് ശ്രീനിവാസൻ ഓൾറെഡി സോങ് പാടിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സോങ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇവർ ഇറങ്ങിയപ്പോൾ അത് ഇവർക്ക് പറ്റിയ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നി. അങ്ങനെയാണ് ഇവരിലേക്ക്. സർ പോസ്റ്റർ ഡിസൈനിങ്ങിലായിരുന്നു ഇനീഷ്യലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഡയറക്ഷണൽ ഇതാണ് വർക്കാണ്. സോ എങ്ങനെയാണ് സാറിലേക്ക് എത്തുന്നത്? സാറിൽ നിന്ന് എങ്ങനെയാണ് കറക്റ്റ് ഇവർ രണ്ടുപേരിലേക്ക് എത്തുന്നത്? ഞങ്ങൾ ഒരുമിച്ച താമസം, ഒരു 5-8 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച താമസം. ഞങ്ങൾ ആദ്യം അജിത് മാത്യു എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഞങ്ങളുടെ അടുത്ത് ഒരു അവൻ്റെ മ്യൂസിക് കേൾക്കുകയും, അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മ്യൂസിക് ഞങ്ങൾക്ക് ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലൊരു മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഞങ്ങളത് കേട്ടപ്പോൾ നമുക്ക് അത് ഞങ്ങൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലേക്ക് വന്നു. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പാൻ ഇന്ത്യൻ ആക്കിയാലോ എന്നൊക്കെയുള്ളൊരു തോന്നല്. അങ്ങനെയാണ് പാൻ ഇന്ത്യൻ സ്റ്റാർസിന്. അപ്പോൾ അത് മലയാളമായിരുന്നു. അപ്പോൾ അതും വിനീതേട്ടൻ പാടിയതായിരുന്നു. അപ്പോൾ ആ സോങ് ഞങ്ങൾ മാറ്റി വെച്ചിട്ട് അജിത്തിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വേറൊരു ടൈപ്പ് ഓഫ് സോങ് വേണം, ഇങ്ങനെ ഒരു എന്താ പറയുക, ലവ് ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സംഭവം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. അത് പറഞ്ഞ ശേഷം പുള്ളിക്കാരൻ പോയി ഞങ്ങൾക്ക് 2-3 ബിറ്റ് അയച്ചു തന്ന സമയത്ത് ഞങ്ങൾ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി. ഭയങ്കര സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ചില ഹുക്കുകളുണ്ട്. ആ ഹുക്ക് പോയിന്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് അജിത്ത് മ്യൂസിക്കിൽ നമ്മളെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങൾ പിടിച്ച് അവസാനം ഞങ്ങൾ അജിത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങൾക്കൊരു സ്റ്റോറി ആക്കിയാൽ കൊള്ളുന്നുണ്ട്, അതിനകത്തുള്ള സോങ് ആയിട്ട് മാറ്റിയാൽ കൊള്ളാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അജിത്ത് അതിന് 100% സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ പക്കയായിട്ട് നിന്നു. അപ്പോൾ അജിത്ത് ബാക്കി കാര്യങ്ങൾ, അപ്പം BGM മറ്റു കാര്യങ്ങളൊക്കെ വരും എന്നുള്ള അജിത്തിന് മനസ്സിലായി. അപ്പോൾ അജിത്ത് ഒരു സോങ് ചെയ്ത് ഹിറ്റാക്കിയ ആളാണ്. അതൊരു 1 കോടി മുകളിൽ ആൾക്കാർ കണ്ട സോങ്ങാണ്. ആ സോങ്ങിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് അവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ച് അത് അങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ സൈഡാണ് ഞങ്ങൾക്ക് ഭയങ്കര പ്രോബ്ലം വന്നത്. പ്രൊഡക്ഷൻ സൈഡിൽ ഞങ്ങൾക്ക് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ആ വലുപ്പത്തിലേക്ക് ഈ സാധനം ചെയ്യാൻ ആൾക്കാർ ഇല്ല. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഭയങ്കര എക്സ്പെൻസീവ് അല്ല, എന്നാൽ കുറച്ച് പൈസ കൂട്ടിയിട്ടിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ ആളില്ലാണ്ടായി. അപ്പോൾ ഞങ്ങൾ അജിത്തിനോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ അജിത്ത് പറഞ്ഞു, നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ തുടങ്ങിയോ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാണ് അജിത്താണ് ഇതിനെ ഞങ്ങൾക്ക് ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതും മുന്നോട്ടുള്ള യാത്ര കൊണ്ടുപോയതൊക്കെ. പിന്നീട് ഞങ്ങളുടെ കൂടെ പ്രൊജക്ട് ഡിസൈനറായിട്ടുള്ള വൈശാഖ് വന്നു. വൈശാഖിനകത്ത് പ്രൊഡ്യൂസറായി മാറി. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന പയസ് ഞങ്ങളുടെ കൂടെ, പയസ് സഹകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പയസും ഞങ്ങളുടെ കൂടെ ഇതിൻ്റെ ഭാഗമായി മാറി. പിന്നെ ഷമീം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അപ്പോൾ അദ്ദേഹവും ഇതിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കളക്റ്റീവായിട്ടുള്ള ആൾക്കാർ കളക്ട് ചെയ്ത പൈസ കൊണ്ട് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര ഡ്രീം വർക്കാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കൂടെ താമസിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് താമസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു.
അങ്ങനെ ആ എളുപ്പത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഞങ്ങൾ വേറൊരു വലിയൊരു ആക്ടറെ സെലക്ട് ചെയ്തു. ആ ആക്ടറെ സെലക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഉള്ള വലിയൊരു ആക്ടർ, അന്ന് അദ്ദേഹം ചെറിയ ആക്ടറായിരുന്നു, ഇപ്പോൾ അദ്ദേഹം വലിയൊരു ആക്ടറായി മാറിപ്പോയി. അതിനുശേഷം ഞങ്ങൾക്ക് അദ്ദേഹത്തിലേക്ക് പിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നീട് ഞങ്ങൾ കുറേ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ബിഗ് ബോസ് 2 ആൾക്കാരെ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ കാണുന്നതും ഇവരെ ഫാൻ ബേസും ഇവരെ എല്ലാ കാര്യങ്ങളും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കെമിസ്ട്രി ഒക്കെ നമുക്ക് ഇതിനകത്ത് വർക്കാവും എന്നുള്ള തോന്നിക്കൊണ്ട് ഞങ്ങളതിനെ ചെയ്തു എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രൊജക്ട്സ് നിങ്ങളുടെ കോംബോയിൽ വന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് മദ്രാസ് മലർ എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ ഫിൽട്ടർ ചെയ്ത് അർജുൻ എടുത്തത്? ആൻഡ് ദെൻ ഐ വിൽ കം ടു യു. ആക്ച്വലി ഇതാണ് ഫസ്റ്റ് വന്നത്. ഫസ്റ്റ് ഞാൻ ഇറങ്ങി ഒരു 2 വീക്സിനുള്ളിൽ എനിക്ക് വൈശാഖാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 വീക്സിനുള്ളിൽ വൈശാഖാരൻ വിളിച്ചിട്ട് അർജുനെ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്, ആൽബം ഉണ്ട്. അപ്പം എനിക്ക് കേട്ടപ്പോൾ ആൽബം ഇവിടെ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ആൽബം അങ്ങനത്തെ ഇല്ല, പണ്ടത്തെ അത്രയും ഒരു വർക്ക് അവിടെ ആവുന്നില്ല. അപ്പം ഞാൻ എന്തായാലും കേൾക്കാന്ന് വെച്ചാൽ കൊച്ചി വന്നപ്പം കല്ലൂരിൻ്റെ ഇവിടുത്തെ സ്റ്റുഡിയോയിലേക്ക് പോയി. ഫസ്റ്റ് തന്നെ ഇത് വന്നതും ഈ സോങ് ആണ് കേൾപ്പിച്ചത്. സോങ് കേൾപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു തമിഴ് ടച്ചും പിന്നെ ആ മഞ്ചേട്ടൻ പറയുന്ന ഹുക്കൊക്കെ ഭയങ്കര അൻപേ എന്നുള്ളത് കേൾക്കുമ്പോഴത്തേനും തന്നെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറി ലൈൻ പറഞ്ഞു തരുന്നത്. അപ്പം പിന്നെ ആ സോങ് കേൾപ്പിച്ചു. ഈ സ്റ്റോറി ലൈനും ആ ഒരു സോങ് കൂടെ എനിക്ക് മാച്ച് ആകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്ക് ആദ്യമേ അയച്ചു തന്നൊരു കാർഡുണ്ട്, ലൈക്ക് എന്താണെന്ന് വെച്ചാൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഒരു പ്രൊഫഷണൽ രീതിയിൽ ആ ഒരു അവരുടെ ഒരു എന്താ പറയാ അത് കാണുമ്പോൾ തന്നെ അറിയാൻ ക്ലാരിറ്റി ഉണ്ടെന്ന്. എക്സാക്ട്ലി ലൈക്ക് അതിന് മെനക്കെട്ട് അവർ ഉറപ്പായിട്ട് ഈ പ്രോജക്റ്റിൽ അതിൽ നന്നായിട്ട് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്തു. അതാ നമുക്കങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നോക്കിയായിരുന്നു ചെയ്തത്. അപ്പം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കരിയർ പ്ലാനിങ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ ചെയ്തതിൽ എനിക്ക് ഞങ്ങൾക്ക് കരിയറിൽ ഡെവലപ്പ് ചെയ്യാനും കുറെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ട് തന്നെയായിരുന്നു. എനിക്കും ആക്ച്വലി സെയിം ആണ്. എനിക്ക് വൈശാഖേട്ട ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോങ് ഫസ്റ്റാണ് കേൾപ്പിച്ചത്. അപ്പം അതിലെ നമുക്ക് ഇപ്പോൾ ഒരു സോങ് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ഇത് നല്ല ഹിറ്റാകും അങ്ങനെ ഒന്ന് അറിയാം. സോ അത് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി. പ്ലസ് വിനീത് സർ പാടിയിരിക്കുന്നു. പിന്നെ അതേപോലെ പ്ലോട്ട് അതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുന്നത് ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വേറെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ പോകെ സ്റ്റോറി അവിടെ എവിടെ തിരിഞ്ഞു പോയി. ബട്ട് ഫൈനലി ഐ എം ഹാപ്പി ആക്ച്വലി ഇതിൽ ഒരു പാട്ടായിരിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ശ്രീതു ഒരു ബേസിക്കലി ഒരു സീരിയൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. സോ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി ഡിഫറൻസ് ആസ് യു ഇൻ ആൻ ആക്ടർ അല്ലേ? ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ദർ വിൽ ബി ഡിഫറൻസ് ഇൻ ദ വേ യു ടേക്ക് ഇറ്റ്. ഇല്ല, അങ്ങനെയില്ല. ബിക്കോസ് സീരിയൽன்றது ഇപ്പൊ ആക്ടിങ് ബേസിൽ കണ്ടെങ്കിൽ നമ്മൾ ഡ്രമാറ്റിക് ആയിട്ടുണ്ടാവും, അത് മേ ബി ഉണ്ടാവും. ഇത് ലൈവ്ലി ആയിട്ടുണ്ടാവും. നമ്മൾ കാഷ്വൽ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്നത് ഇത് ഒരു ഷോർട്ട് ആയിട്ട് അന്ന മാതിരിയാണ് ഉണ്ടാവും. അത്ര ഡിഫിക്കൽട്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ ഷൂട്ട് നടന്നിരുന്ന സമയത്ത് സർ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്തായിരിക്കും? ഫിനാൻഷ്യൽ സൈഡ് ഞാൻ മാറ്റി വെക്കണോ? ഫിനാൻഷ്യൽ സൈഡ് അല്ല, അത് 100%. അതല്ലാതെ അത് പറയാം. അത് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഷൂട്ട് നടക്കുന്ന ദിവസം എനിക്ക് ഡെങ്കിപ്പനി ആയിരുന്നു. ആ ഡെങ്കിപ്പനി ആയിട്ട് ഇവിടുന്ന് തലേന്ന് ഡെങ്കിപ്പനി ആയിട്ടാണ് ഞങ്ങൾ ഷൂട്ടിന്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. ഇവരെ മാറ്റി വെക്കാനായിരുന്നു പ്ലാന്. പക്ഷെ ഇവരൊക്കെ അവിടെ എത്തി. നമുക്ക് ഈ പ്രോജക്റ്റ് പിന്നീട് ഉപേക്ഷിക്കുക എന്നല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള വകുപ്പില്ല. അപ്പം വിഷ്ണു പറഞ്ഞു, ചേട്ടാ 2 തീരുമാനങ്ങൾ എടുക്കാം. ഒന്ന്, നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ വീഴാതെ പിടിച്ചു നിന്ന് ഇത് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ചെയ്തെടുക്കാം. കാരണം അപ്പം ഈ 2 ദിവസവും ഈ ഡെങ്കിപ്പനിക്കുള്ള തലവേദനയാണല്ലോ. 2 ദിവസവും നല്ല തലയ്ക്ക് കെട്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഔട്ട്ഡോർ അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ചൂടും. അപ്പം ആ പനിയുടെ എഫക്റ്റ് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിച്ചു. അങ്ങനെ മാക്സിമം ഞങ്ങളത് ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറയണം. അതാണ് നമുക്ക് അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹം. ഈ പേര് കേട്ട സമയത്ത് ഫസ്റ്റ് എനിക്ക് ഒബ്വിയസ്ലി നമ്മൾ മലയാളികളൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളത് പ്രേമത്തിലെ മലർ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തൊക്കെ ഡിഫറൻസസ് ആണ്, അല്ലെങ്കിൽ
എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇത് കണ്ടാൽ മാത്രം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സംഭവം എന്നുള്ളതല്ല, പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള ക്ലാരിറ്റി കിട്ടും. ഓക്കെ. പൊതുവേ നമുക്ക് തമിഴ്നാട്ടിലെ പെൺകുട്ടികളുടെ അടുത്ത് ലൈക്ക് മലയാളികൾക്ക് പൊതുവേ നമുക്കൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. ലൈക്ക് ഇറ്റ് ഇസ് നിയർ ബൈ. ആൻഡ് തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജിനോട് നമുക്ക് പെട്ടെന്ന് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നുമല്ലോ. സോ അതാണോ ഒരു ഫാക്ടർ? അത് തന്നെയാണ് ഫാക്ടർ. അത് നമ്മൾ ചെന്നൈ പോയാലും നമുക്ക് ചെന്നൈയിൽ ഒരു വൈബ് ഉണ്ടല്ലോ, ചെന്നൈയുടെ ഒരു ഇതുണ്ട്. ആ ലാംഗ്വേജും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ശ്രീതു ഈ തമിഴ് സംസാരിക്കുന്നവര് മലയാളം സംസാരിക്കുമ്പോൾ ഒരു കൊഞ്ചല് വരും. ആ കൊഞ്ചലിന് ഭയങ്കര ഭംഗിയാ. ആ ഒരു അനൗൺസ്മെന്റ്, റെയിൽവേ അനൗൺസ്മെന്റിൽ തന്നെ നമുക്ക് ചെന്നൈ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ച് നമ്മുടെ കേരളത്തിൽ എത്തിയാലും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്. അത് നമ്മൾ ഇതിൽ എങ്ങനെയും കൊണ്ടുവരാമെന്നാണ് നമ്മൾ മാക്സ്. അതുകൊണ്ട് ഇത് ചീറ്റ് ചെയ്ത് എറണാകുളത്ത് എടുക്കണമെന്നൊക്കെ പലരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഇത് ചെന്നൈയിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നത് അതെ അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ചെന്നൈ എടുക്കുവാണെങ്കിൽ നമ്മൾ ചെന്നൈ പോയി ഷൂട്ട് ചെയ്യാം. അപ്പൊ ഒരു മ്യൂസിക്കൽ വീഡിയോക്ക് കുറെ ഇതുണ്ടല്ലോ, നമുക്കൊരു ലിമിറ്റേഷൻ. അവിടെ പോയി ഷൂട്ട് ചെയ്യുക, അത് വർക്ക് ചെയ്ത് ഇതിൽ യൂട്യൂബിലിട്ട് അതിന് എങ്ങനെ ഏണിങ്സ് തിരിച്ചു കിട്ടുക, ഇതൊന്നും പ്രോബ്ലം ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു ടീമുണ്ട്. അത് ഈ ടെക്നിക്കൽ ടീമാണെങ്കിൽ അവരൊന്നും ഈ ഒരു എമൗണ്ട് കാര്യങ്ങളൊന്നും മേടിച്ചില്ല. ഇവരാണെങ്കിലും സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിലും ഇവർക്ക് സ്റ്റോറി പോലും അറിയില്ല. ഇവരെ പോലെ തന്നെ കാരണം നിങ്ങൾ ചെയ്യും, നമ്മളുണ്ട്, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ നിൽക്കുന്ന എല്ലാവരും അങ്ങനെ നിൽക്കുന്നത്. ഇല്ല അറിയാം, ശ്രീധുവിനെ അറിയാം. ശ്രീധു ഞങ്ങളിലുള്ള ഒരു വിശ്വാസത്തിന് മുകളിൽ ഞങ്ങൾ അയച്ചു കൊടുത്ത പിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിൽ നിന്നുള്ള വിശ്വാസവും ലീഡറിന്റെ ആ സോങ് അതും കേട്ടിട്ടാണ് ശ്രീധു ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഈ മോഷൻ പോസ്റ്റർ വിടുന്നതും വരെ ഞങ്ങളുടെ സ്റ്റോറി ഇതല്ലായിരുന്നു. അതും പറയണം, അത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഇതല്ലായിരുന്നു സ്റ്റോറി. മോഷൻ പോസ്റ്റർ വിടുന്നത്. പക്ഷെ മോഷൻ പോസ്റ്ററിന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര, നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇവരുടെ ഫാൻസ് ഇത്ര എന്നുള്ളത്. അതൊരു ക്വാളിറ്റി അല്ല, പക്ഷെ നമുക്ക് ഫാൻസ് പല ഇതാണ്. ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫാൻസ് എന്ന് പറയത്തില്ല. അവർ സംസാരിക്കുന്ന രീതിയാണെങ്കിലും ഇടപെടുന്ന രീതിയാണെങ്കിലും അത് നമ്മളെ അങ്ങനെ കെയർ ചെയ്ത് സംസാരിക്കുന്ന ഫാൻസ് ഉണ്ടല്ലോ. നമ്മളവർക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഫാൻസ്. ഇവർ ഒന്നാണെന്നുള്ളൊരു സംഭവം, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ശ്രീധുവിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്താൽ അത് റൈറ്റർക്കും ഡയറക്ടർക്കും പണി കിട്ടും എന്ന് മനസ്സിലായി. അല്ല, ഏറ്റവും ഫസ്റ്റ് സ്റ്റോറിയിൽ എൻഡിലായിരുന്നു ശ്രീധുവിന്റെ ക്യാരക്ടർ, വേറൊരു കുട്ടിയായിരുന്നു സംഭവം വന്നത്. പക്ഷെ അത് കോയിൻസിഡൻസ് ആയിട്ട് ശ്രീധുവിലേക്ക് എത്തിയതാണ്. അത് ഏറ്റവും ലാസ്റ്റിലാണ് ശ്രീധു വന്നത്. പക്ഷെ ഇപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചെന്താ വെച്ചാൽ നമ്മളെ പൊതുവേ അല്ലേ, നമ്മൾ എക്സ്ട്രീം ടെൻഷനിൽ ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളുടെ ബിഹേവിയേഴ്സ് പുറത്തോട്ട് വരും. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫാൻസ് പൊതുവേ എന്ന് പറയുന്നത് അത്ര ഹാർംഫുൾ അല്ലാത്ത കൈൻഡ് ഓഫ് ഫാൻസ് ആണ്. സോ ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് നിങ്ങൾ നിന്ന അത്രയും ഡേയ്സ് അവിടെ എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും ഇവരതിനെ ബിഹേവ് ചെയ്തൊരു രീതിയുണ്ട്. നമുക്ക് ഒരു പരിധി വരെ പ്രിറ്റൻഡ് ചെയ്യാം, പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. സോ എനിക്ക് പലപ്പോഴും ലൈക്ക് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ വോണ്ട് ടു അപ്രീഷിയേറ്റ് ഇൻ ബോത്ത് ഓഫ് യു. ബിക്കോസ് എക്സ്ട്രീം സിറ്റുവേഷനിൽ ഇടുമ്പോഴും നിങ്ങൾ ബിഹേവ് ചെയ്തൊരു രീതിയുണ്ട്. സോ ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് കംസ് ഫ്രം യുവർ ഫാമിലി അപ്ബ്രിങ്ങിങ്. സോ രണ്ടുപേർക്കും ലൈക്ക് വെൻ യു തിങ്ക് അബൌട്ട് യുവർ ഫാമിലി ലൈക്ക് ഒരു സ്ട്രൈക്കിംഗ് ഫാക്ടർ ഉണ്ടാവുമല്ലോ. സോ അതെന്താണെന്നൊന്ന് പറയാമോ? നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മുടെ ക്യാരക്ടർ റിഫ്ലക്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലി, നമ്മുടെ സൊസൈറ്റി, നമ്മൾ ഇടപെടുന്ന ഫ്രണ്ട് സർക്കിൾ, അവിടെ നിന്ന് കിട്ടിയ ഒരു അപ്ബ്രിങ്ങിങ് ആണ്. നമ്മളൊരു സിറ്റുവേഷൻ എന്തായാലും നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യാൻ നമ്മളെ വീട്ടിൽ പഠിപ്പിച്ചതും, അല്ലെങ്കിൽ ഞാൻ മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആ ഒരു റിയാക്ഷനാണ് അവിടെ വരുന്നത്. അതിനെപ്പറ്റി ലൈക്ക് പുറത്ത് വരുമ്പം നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫാൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന എത്രയും പറ്റുന്ന ആൾക്കാർക്കും നമ്മുടെ ആ ഒരു ജേർണി, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, നമ്മളതിനകത്ത് വെക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് സംവാട്ട് സെയിം ആണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത്, ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുള്ളൊരു വരുന്നത്. അല്ല, ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഫാമിലിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഒരു സ്ട്രൈക്കിംഗ് ഫാക്ടർ ഉണ്ടാവല്ലോ. ദർ ഇസ് വൺ റൂൾ. ഇപ്പോൾ ഞാൻ മാധവൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് പറയുന്നുണ്ട് 3 കാര്യങ്ങൾ അമ്മ പഠിപ്പിച്ചെന്നുള്ളത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ വിഷമിപ്പിക്കാതിരിക്കുക, ഒരാളെ യൂസ് ചെയ്യാണ്ടിരിക്കുക. സോ ദർ വിൽ ബി ലൈക്ക് 2-3 തിങ്സ് ദാറ്റ് നമ്മൾ ഇപ്പോഴും ക്യാരി ചെയ്യുന്നത്. ഒരു മോറൽ നമുക്ക് തന്നിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്, അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അങ്ങനെ വാട്ട് ഈസ് വൺ മോറൽ ദാറ്റ് ത്രൂ ഔട്ട് ദ ജേർണി അർജുൻ സ്റ്റിക്ക് ഓൺ ചെയ്യണം, എന്തായിരിക്കും? എന്നോട് വീട്ടിലിപ്പം ഞാൻ 15 വയസ്സ് 10 കഴിയുമ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞു എൻ്റെ കാര്യം നീ തന്നെ ചൂസ് ചെയ്യണം, നീ തന്നെ രക്ഷപ്പെടണം, വേറെ ആരും നിന്നെ വന്ന് ഹെൽപ്പ് ചെയ്യില്ല, എൻ്റെ കരിയർ ചൂസ് ചെയ്യുക. ആ ഒരു എനിക്ക് എൻ്റെ അപ്ബ്രിങ്ങിങ് എങ്ങനെയാണ്, ചൈൽഡ്ഹുഡിൽ തന്നെ എന്നെ കരിയറിൽ സെറ്റ് ആവണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ പോകണം എന്നുള്ള വീട്ടുകാർക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ചൂസ് ചെയ്യുക, അല്ല വീട്ടുകാർ പറഞ്ഞിട്ടല്ല. അപ്പം ഡിസിഷൻ മേക്കിംഗ് എനിക്ക് എൻ്റെ വീട്ടിൽ ഭയങ്കര റോളായി. കാരണം ഞാൻ തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. അത് ചിലപ്പോൾ മോശമായിട്ട് ഞാൻ കൊമേഴ്സ് എടുത്തിട്ട് സയൻസ് എടുത്ത് പിന്നെ കൊമേഴ്സിലേക്ക് പോയി, ലിറ്ററേച്ചർ എടുത്തിട്ട് പിന്നെ BBA യിലേക്ക് പോയി. അതിലെൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആണ്, വീട്ടുകാരായാലും ആയിട്ടില്ല. സോ അതിലെല്ലാം ലെസൺസ് ആണ്.
എനിക്ക് വീട്ടുകാർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മേ ബി ആ ഒരു വഴി പോയാനെ. സോ ഞാൻ തന്നെ എൻ്റെ ഡിസിഷൻ മാറ്റി വന്നു. സോ ആ 100 days എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എൻ്റെ വീട്ടുകാർക്ക് തന്നെ ഭയങ്കര ബിക്കോസ് അവിടെ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ വെൻ ഐ യൂസ് ടു ഒബ്സർവ് യു അർജുൻ എന്ത് സിറ്റുവേഷൻ വന്നാലും കാലൊക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിരിക്കുക. എനിക്ക് അതിനേക്കാളും വലുത് എൻ്റെ ലൈഫിൽ നേരിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് തിങ്സ് ഒന്നും എനിക്ക് വലിയ മാറ്റർ ആയിട്ട് തോന്നുന്നില്ല. അതിന് എൻ്റെ പാരൻസ് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയുന്ന ഇല്ല. ഞാൻ ഉള്ളിൽ പോകുന്ന മുമ്പ് പറഞ്ഞിട്ട് പോയത് ബിക്കോസ് ബിഗ് ബോസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ട് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്തും കിട്ടാം, നമുക്കറിയില്ലല്ലോ. സോ അപ്പോൾ വെളിയിൽ ഞാൻ പറഞ്ഞിട്ട് പോയി ഇതിപ്പോൾ ഞാൻ ഉള്ളിൽ പോകണോ. സോ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടത്തിൽ എന്ത് വേണമെങ്കിൽ കിട്ടും. സോ അത് നിങ്ങൾ മൈൻഡിൽ എടുക്കാണ്ടിരിക്കണം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ട് പോയത്. അല്ലാണ്ട് മറ്റപടി ലൈക്ക് ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. എന്തിരുന്നാലും നിനക്ക് വേണ്ടിയത് നീ അതിന് വരയ്ക്കും നീ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു വിഷയം ഇപ്പം ആക്ടിങ്ങോ ശരി എന്ത് ഒരു പ്രൊഫഷണൽ എന്നാലും നീ അതിനു വേണ്ടി നീ ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഒരു സംഭവമാണ് പറഞ്ഞു. ഈ ഒരു മീഡിയ എൻട്രിയുടെ സമയത്ത് നോർമലി ഇപ്പൊ പെൺകുട്ടികളുടെ വീട്ടിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്തായാലും ഉണ്ടാവും. ആ ഒരു കാര്യം ഡിഡ് യു ഫേസ് ഇറ്റ് ഓർ ഇറ്റ് വാസ് ലൈക്ക് ഓൾ കൂൾ അറ്റ് യുവർ ഹോം? ഇല്ല, മമ്മി എനിക്ക് സപ്പോർട്ട് ചെയ്തു. ബിക്കോസ് ഞാൻ 7th ഞാൻ തുടങ്ങി എൻ്റെ കരിയർ. ഞാൻ തമിഴിൽ നിന്ന് തുടങ്ങിയതാ. അപ്പോളിരുന്ന് ഇപ്പോൾ വരെ മമ്മി എനിക്ക് സപ്പോർട്ടാണ്. സോ അതുകൊണ്ടാണ് ഇതുവരെയ്ക്ക് വന്ന് ഇരുന്ന് ഇപ്പം ഞാൻ നിങ്ങൾക്കിட்ட പേസിയിട്ടിരുന്നത്. സോ അർജുനെ പറ്റി നമ്മൾ എപ്പോഴും നോക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒരു കീ വേർഡ് വരാന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ വേർഡാണ്. ലൈക്ക് ത്രൂ ഔട്ട് വെൻ ഐ ഒബ്സർവ് യു ദിസ് ഇസ് വൺ വേർഡ് വിച്ച് സ്ട്രൈക്കിംഗ് ഫോർ മീ. സോ അതൊരു ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ അർജുനിൽ ഉണ്ടായിരുന്നോ അതോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചലഞ്ചിന്റെ സമയത്ത് ഗ്രാജുവലി വന്ന ഒരു ക്വാളിറ്റി ആണോ അത്? എനിക്ക് കൊച്ചിയിൽ തൊട്ട് തോന്നി. ഞാൻ സ്പോർട്സ് പേഴ്സണായിരുന്നു. ജൂഡിൽ നാഷണൽ ടീമിലുണ്ടായിരുന്നു, കേരള ടീമിലുണ്ടായിരുന്നു, നാഷണൽ പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്പോർട്സ് പേഴ്സൻ്റെ ഒരു അമ്മ സ്പോർട്സ് പേഴ്സണാണ്, മാരത്തൺ റണ്ണറാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ തന്നെ എനിക്ക് ഇൻഹെറിറ്റൻസ് കിട്ടും സ്പോർട്സിൻ്റെ. പിന്നെ നമ്മൾ കിടന്ന സിറ്റുവേഷൻ ലൈക്ക് ഓഫ്കോഴ്സ് ഞാൻ ബോഡി ഷേമിങ് ആ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ലെസൺസ് പഠിക്കും. അപ്പോൾ നമ്മൾ സ്കൂളിലും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും കുറേ കേട്ടു കണ്ടു വീട്ടിലിരിക്കേണ്ട ആളല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഡിറ്റർമിനേഷൻ തന്നെ വരും. ഇപ്പം നമ്മൾ ആദ്യമേയൊക്കെ കേട്ട് വീട്ടിലിരിക്കേണ്ടി വരും. കുറെ തള്ളി കിട്ടി പിന്നെ ശീലമാവും. എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ ഒരു ഷൂട്ടിങ്? ആൻഡ് എങ്ങനെയായിരുന്നു ആ ഷെഡ്യൂൾ? എങ്ങനെയായിരുന്നു? ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസമാണ് ഷൂട്ട് ചെയ്തത് ശരിക്കും. പിന്നെ നമ്മൾ ചെറിയ പാച്ചുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അത്രയും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഡബ്ബിങ് കുറച്ച് ചെറിയ ദിവസങ്ങളിൽ ഡബ്ബിങ് ചെയ്തു അർജുൻ്റെ ശ്രീധുൻ്റെ ഒക്കെ അവൈലബിലിറ്റിനനുസരിച്ച്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കുറച്ചൊരു ഡിലേ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടെക്നീഷ്യന്മാരൊക്കെ സിനിമയിൽ ഹൈലി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഈ ഓരോ പ്രോജക്റ്റും ഞങ്ങൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്ക് അവർ ചിലപ്പം ചില പ്രോജക്റ്റിലേക്ക് കയറി പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വീണ്ടും കുറച്ച് ഡിലേ ആവും. അങ്ങനെയാണ് കുറച്ച് ഡിലേ വന്നത്. അത് ഡിലേ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഉള്ളിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ കമ്മിങ് ബാക്ക് ടു ശ്രീതു, ഞാൻ ശ്രീതുവിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ലൈക്ക് അർജുൻ്റെ അതിൽ ഞാൻ ഡിറ്റർമിനേഷൻ പറഞ്ഞ പോലെ ശ്രീതുവിൻ്റെ കണ്ണിൽ ഭയങ്കര കുസൃതി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ലൈക്ക് എനിക്ക് അതിൻ്റെ തമിഴ് എന്താണെന്ന് അറിയില്ല. ഒരു നോട്ടിനെസ് ഉണ്ട് കണ്ണിൽ, അത് പറയാറുണ്ട്. ലൈക്ക് ശ്രീതു നോക്കുന്നതിലാണെങ്കിൽ ഈവൻ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ പോലും ദർ ഇസ് എ കിഡിഷ് എലമെന്റ്. ഒരു കിഡ് സാധനം എവിടെയോ ഇരിപ്പുണ്ട് ശ്രീതുവിന്റെ കണ്ണില്. സോ ഈസ് ദർ എനി ഗുഡ് ഓർ എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഉണ്ടോ ദാറ്റ് യു ക്യാൻ ഷെയർ വിത്ത് us? ഇതുക്കും എന്താ സംബന്ധം? സംബന്ധമൊന്നുമില്ല, ബിക്കോസ് ദർ ഇസ് എ ലിമിറ്റ് ടു വിച്ച് ഐ ക്യാൻ ആസ്ക് അബൌട്ട് ദ പ്രൊജക്ട്. നിങ്ങൾ തന്നെ റിവീൽ ചെയ്യുന്നില്ല മലർ എന്താന്നുള്ളത്. അപ്പൊ ലിമിറ്റ് ടു വിച്ച് ഐ ക്യാൻ ആസ്ക് അബൌട്ട്. ചൈൽഡ്ഹുഡ് ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ നിന്നേ നടിക്കാൻ തുടങ്ങി. സോ മേ ബി ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നി. അത് ചെറുപ്പമേ എനിക്ക് തോന്നി. ഇപ്പം എഡ്യൂക്കേഷൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇത് കറക്റ്റ് ആണോന്ന് അറിയില്ല ആൻസർ. ഇതെല്ലാം ക്വസ്റ്റ്യൻ. വീട്ടില് പപ്പ ജോലി ചെയ്യേണ്ടി വരുമ്പോഴത്തേനും സ്നാക്സ് ആയിട്ട് വരുന്നൊരു ചില ദിവസം കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര ടെൻഷനാവും, വിഷമാവും. അപ്പൊ എനിക്ക് അതൊരു +2 വരെ പുള്ളിക്കാരൻ പോയിട്ട് വരുമ്പോൾ കയ്യിൽ പൊതി ഉണ്ടെന്നു അതെനിക്കൊരു എപ്പോഴും ഞാൻ മെമ്മറി ചെയ്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി. നമ്മളിപ്പോ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇത് നന്നാവണം എന്നുള്ളത് അല്ല, ആർക്കും ഇത് പൈസക്ക് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ വർക്ക് വേണ്ടി വീട്ടിൽ പോകാം ആ ഒരു മൈൻഡ് സെറ്റ് അല്ല. എല്ലാവരും ഇതിനു വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്നു. എല്ലാവരും ഒരു ഇപ്പം എന്താ പറയാ ആ കട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ജോലിയായിട്ട് ഫൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ ഒരു സിങ്ക് വരുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുന്നത്. ലൈക്ക് ദിസ് ഹാപ്പൻസ് വെൻ
friends get together for a work, right? So beyond that, ഇപ്പോൾ ഒരു പ്രൊജക്റ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സർ ക്യാൻസർ ചെയ്യാം ലൈക്ക് സർ ആലോചിക്കുന്ന സമയത്ത് ബിക്കോസ് സർ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ഉണ്ടായ ഒരു പ്രൊജക്റ്റാണ്. സോ അതിൽ ഏതെങ്കിലും ഒരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവില്ല നമുക്ക് തിരിച്ച് ഓർത്തെടുക്കുന്ന സമയത്ത് ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു ലൊക്കേഷനിലല്ലാതെ ഡബ് ചെയ്യുമ്പം നിങ്ങൾക്ക് കുറെ ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചില എന്താ പറയാ ഈ ശ്രീധുവിന് ചില വാക്കുകൾ കിട്ടില്ല. ചില വാക്കുകളിൽ ഡബില് നമുക്ക് കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം എടുത്തിട്ടൊക്കെ ചെയ്തതാണ്. അപ്പം കാരണം മലയാളമാണ് ശ്രീധു, അങ്ങനെയുള്ള ഒരു മലയാളത്തിലാണ് സംസാരിക്കുമെങ്കിലും അതിനൊരു രസമുണ്ടല്ലോ സംസാരിക്കുന്ന രീതിക്ക്. അതെ അതെ, അപ്പോൾ ഓൺ വോയിസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡബിങ്ങിന്റെ സമയത്തൊക്കെ നമുക്ക് കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പറയുകയാണെങ്കിൽ ഒരു കുറേ ഉണ്ട്. എന്തെങ്കിലും ഒരെണ്ണം കട്ട് കഴിഞ്ഞ് നൈറ്റിലായിരിക്കും പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചതാണ്. പിന്നെ മോർണിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഇതിനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ലല്ലോ. ഇവരുടെ കാര്യത്തിന് അടുത്ത ഷോട്ട് ഇതാണെന്ന് പറഞ്ഞു. നമ്മൾ ചെന്നൈയിലാണെങ്കിൽ അവിടെ നമുക്ക് പലയിടത്തും പെർമിഷൻ ഉണ്ടാവില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർ വണ്ടിയുടെ ഉള്ളിലായിരിക്കും, നമ്മൾ വേറൊരു സ്ഥലത്ത് അടുത്തത് എവിടെ എടുക്കണം എന്നുള്ള ഒരു ഷോട്ട് പ്ലാൻ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ ഓരോന്നും അത് അവൈലബിലിറ്റി അനുസരിച്ചാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ എന്നു വെച്ചാൽ ഇതിൽ ഈ പറയുന്ന പോലെ ഫിലിം ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രൊഡക്ഷൻ ആ രീതിയിൽ ഇതുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ നമുക്കിവിടെ കുറയ്ക്കാം അല്ലെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് കൂടുതലും. വേറെ ഫണ്ണി മൊമെന്റ്സ് ഉണ്ട് എങ്കിൽ കൂടി നമ്മൾ കൂടുതൽ ഇത് നമുക്ക് ഒരു ടാസ്ക്കാണ് ഇത്ര ഇതിൽ. കാരണം ഒരിക്കലും ഇതൊരു ഇത്രയും ബഡ്ജറ്റ് മുടക്കിയ ഒരു സംഭവം റിട്ടേൺ എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇതെങ്ങനെയും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം കൂടുതൽ എല്ലാവരും ഇവരടക്കം ഞങ്ങൾ ലാഗടിക്കുകയാണ്. ഇതെന്താ ലേറ്റ് എന്താ എന്ന് പറയാൻ ആർട്ടിസ്റ്റ് വരെ ചോദിക്കും ഇവിടെ എന്താ ലേറ്റ്. അപ്പം അങ്ങനെ എല്ലാവരും അതനുസരിച്ചിട്ട് നിൽക്കുന്ന ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലേറ്റ് ആയത്. പിന്നെ ഈ ഫണ്ണി മൊമെന്റ്സ് ഈ പറഞ്ഞ ഡബിന്റെ ടൈമിൽ കാരണം അപ്പം നമ്മൾ റിലാക്സ് ആയല്ലോ. അപ്പോൾ ഈ അർജുനാണെങ്കിലും പല മോഡുലേഷനിൽ പറയുന്നു, വെള്ളം കുടിച്ച് വരെ ഡബ് ചെയ്യുന്നുണ്ട്, ഇരുന്ന് ഡബ് ചെയ്യുന്നു, കിടന്ന് ഡബ് ചെയ്തു, അങ്ങനെയുള്ള ഡബിങ്ങിന്റെ അടുത്ത് അങ്ങനെ കുറെ അതെ അതെ അതായത് ഫസ്റ്റ് ആണ് ആളെ ഡബ് ചെയ്യുന്ന ഒരു ഇതും. അപ്പൊ അത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യും. അങ്ങനെ കുറെ മൊമെന്റ്സുകൾ ആ ഡബിങ് ആ ഒരു ടൈമിലുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഇവിടെ കേരളത്തിൽ വന്നപ്പം ശ്രീധു ഇല്ലല്ലോ, ഇപ്പം അർജുൻ മാത്രമാണ്, ബാക്കി എല്ലാ ടെക്നിക്കൽ ക്രൂ ആണ്. അപ്പോൾ അർജുൻ്റെ ഷോട്ട് ആവുന്ന സമയത്ത് ഇതാക്കും, അവനും നമ്മളോടൊപ്പം തന്നെ നിൽക്കുക. ഇപ്പം അലമാരി പിടിക്കണമെങ്കിൽ അലമാരി എടുത്ത് വെക്കുക, ബ്രോ അത് നമുക്ക് ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിനൊന്നും ഒറ്റ ഒരാളുള്ളൂ. അപ്പം അതിന് വേറെ ഇല്ല. അപ്പം അതിനോടൊപ്പം നമ്മളോടൊപ്പം കൂടുകയാണ്. ഇപ്പം അജിത് മാത്തിന്റെ വീട്ടിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ഡയറക്ടറെ. അപ്പൊ അതൊരു വേറെ വേവ്മെന്റ് ഒന്നുമില്ല. അപ്പൊ അവൻ അവിടെ ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യാമറ ഇരുന്നിട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആയിഷ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശ്രീധുനെ കണ്ടിട്ടില്ല, അർജുനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇവർക്ക് തമ്മിലുള്ള ഒരു കോമ്പിനേഷനും കാര്യങ്ങളും ഇത് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഈ വർക്ക് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ചെയ്തെന്നുള്ളത്. ശ്രീധു എന്താ ചെയ്തത് ഏരിയ അറിയാം, പക്ഷെ ഏകദേശം അടുത്തൂടി പോയിട്ടുണ്ട്. മൊത്തത്തിൽ എന്തായി ചെയ്യുന്നത് ക്യാമറാമാൻ ടീമുകൾക്കൊക്കെ ആണെങ്കിലും ഇവര് കുറെ കാര്യങ്ങൾ അവിടെ കട്ട് പറയുന്നു, ഇവിടെ കട്ട് പറയുന്നു, ഇത് എന്താണ് ഇവര് ചേർത്ത് വെക്കുന്നത് പലർക്കും. അതെ, ഞാൻ പല സമയത്തും അർജുനോട് ചോദിക്കുന്നുണ്ട്, കാണണോ ബ്രോ, കാണണോ, വേണ്ട തിയേറ്ററിൽ നിന്ന് കാണാം. ഇതാണ് ഞാൻ അർജുന പറയുന്നത്. എന്നിട്ട് ചിലത് നമ്മൾ സ്ക്രീനിൽ പോയി നോക്കും. ഞാനിപ്പോ നേരത്തെ ചെയ്ത ഷൂട്ട്സ് ഒക്കെ ആണ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷെ ഇതില് എനിക്ക് ട്രസ്റ്റ്, എനിക്ക് ഇവരാണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയില്ല. ആ ക്രൂവിൽ നമ്മൾ ചെയ്യുമ്പോൾ ട്രസ്റ്റബിൾ ആണ്. പുള്ളിക്കാരൻ ഇവർക്ക് ഓക്കെ ആണ്, പിന്നെ ഓക്കെയാണ്, നമുക്ക് കാണേണ്ട ആവശ്യമൊന്നും. ഡബിങ് ടൈമിലാണ് ഞാൻ കാണുന്നത്. അതും ഇവർ ഓക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിന്റെ ആവശ്യം. ഇന്ന് തിയേറ്ററിലും ലേറ്റ് ആയി കുറച്ച്, കൊച്ചി ബ്ലോക്ക്. ഓക്കെ, സാർ പറഞ്ഞില്ലേ ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഓൺ ആവുമെന്ന് പ്രതീക്ഷയില്ല, ചിലപ്പോൾ നമ്മൾ പോവും എന്ന് പ്രതീക്ഷിച്ച മൊമെന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ലൈക്ക് അല്ല അത് നമുക്ക് ഇന്നലെ ഞങ്ങളത് പറഞ്ഞു. ഇന്നലെ ലാസ്റ്റ് അതിന് ഇത് ഔട്ട് നോ പോസ്റ്റർ ചെയ്യാം. ഞങ്ങളിപ്പോ പോസ്റ്റർ ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾ ഒരു സ്ഥലത്തായിരുന്നു ഈ പോസ്റ്റർ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഡയറക്ഷനും ഒക്കെ ഞാൻ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് മോർണിംഗ് ഏകദേശം 6 മണിക്കാണ് പോസ്റ്റർ കഴിഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തേക്ക് പോയി. അപ്പൊ ഉറങ്ങിയിട്ടില്ല, അതാണ് എന്റെ സത്യം. കുറെ ഫ്ലക്ച്വേഷൻസിലൂടെ പോകും. ഓരോരുത്തർക്കും വാട്ട് ഈസ് വൺ തിങ് ദാറ്റ് കീപ്സ് യു ഗോയിങ്?
പാഷനായിട്ടുള്ള ആൾക്കാർ കൂടുമ്പോഴത്തേക്കും അതിന് ടൈം ലിമിറ്റേഷനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസോ നമ്മൾ ഈവൻ നമ്മൾ ബീച്ചിൽ പോയി ഓർമ്മയുണ്ടോ, രാത്രി കുറെ ട്രാവൽ ചെയ്തിട്ട് വണ്ടി പഞ്ചറായിട്ട് അങ്ങ് പോയിട്ട് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ നിന്ന് ക്ലോസ് ആയി. ബട്ട് സ്റ്റിൽ ആ ഒരു എന്താ പറയാ ഒരു ത്വരയുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ. അത് ഈ ഓൾ ക്രൂവിന് ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ക്രൂ ആണ്. ഈവൻ ബാക്കിൽ വർക്ക് ചെയ്യുന്ന പ്രശാന്ത് കോസ്റ്റ്യൂമിനാണെങ്കിലും മേക്കപ്പിൽ ചേച്ചിയാണെങ്കിലും എല്ലാം ഈവൻ എവ്രി വൺ ഇന്ന് ജോലിയൊന്നുമില്ല. അപ്പം ദീപ് ചേട്ടൻ എല്ലാവരും ഇന്ന് ജോലിയൊന്നുമില്ല. നമ്മളെല്ലാം എനിക്കൊരു ലേണിംഗ് ആയിരുന്നു, ഒരു സ്കൂൾ പോലെ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റി. എല്ലാവർക്കും ആ ഒരു മൈൻഡ് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോംപ്ലിക്കേഷൻ വരില്ല. അർജുന ഏത് മൊമെന്റ്സിൽ ഡിസൈഡ് ചെയ്തത് ഇതാണ് എനിക്കുള്ള പാത്ത് എന്നുള്ളത്? ലൈക് പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴാണ് നടക്കുന്നത്? Into acting or into this product, into media, right? Acting. It's like എന്താ പറയാ, ഫസ്റ്റ് ഞാൻ കൊച്ചിയിൽ നമ്മൾ കാണുന്ന സിനിമയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലാൽ സാറിനെ കാണുമ്പോഴാണെങ്കിൽ നമ്മൾ ടി വിയിൽ കാണുന്നത്, തിയേറ്ററിൽ പോയി കാണുന്നതൊക്കെ ആ ഒരു എൻ്റെ ചൈൽഡ്ഹുഡിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആകുന്ന കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടു വരുമ്പോഴത്തേക്കും സോ ഐ സ്റ്റാർട്ടഡ് മോഡലിങ്ങിൽ കൂടെ സിനിമ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വരെയൊക്കെ എത്തിയിരിക്കുന്നു. സോ നിങ്ങളെ എല്ലാം അത്യാവശ്യം ഹിറ്റാണ്. പ്രിയതമയാണെങ്കിലും ഹിറ്റാണ്. സോ അതേപോലെ ഇതൊരു നെക്സ്റ്റ് ഹിറ്റ് ആവട്ടെ. ആൻഡ് ഐ നോ ലൈക്ക് ഇവരുടെ ഹാർഡ് വർക്ക് ഇതിന്റെ മുന്നിൽ എത്രയോ വർഷങ്ങൾ മുന്നേ തുടങ്ങിയതാണ്. സോ അത് ഏറ്റവും സന്തോഷത്തിൽ തന്നെ അതിന്റെ സക്സസ് വന്ന് എത്തട്ടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ടുഡേ. താങ്ക് യു എവ്രി വൺ. താങ്ക് യു.